ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എയർബിഎൻബി എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് നോക്കി അറിയാം, നമ്മൾ ജയ്പൂർ ആണെങ്കിലും ആഗ്ര ആണെങ്കിലും നമ്മൾ പോകുന്ന മിക്ക സ്റ്റേകളും എയർബിഎൻബി വഴിയാണ് മാക്സിമം ബുക്ക് ചെയ്യാൻ നോക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ, ഒന്ന് സേഫ്റ്റിയാണ്, സെക്കൻഡ് തിങ് നമ്മൾ ഒരാളുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഹോട്ടൽസിനേക്കാളും ഉപരി നമുക്ക് റിവ്യൂസൊക്കെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റേ ആണോ എന്ന് അറിയാനും പറ്റും. അവിടെ നമുക്കൊരു ഫാമിലി പോലെ സ്റ്റേ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം കുറച്ച് ഹോട്ടൽസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം റേറ്റ് കുറഞ്ഞതും ഉണ്ട്, എന്നാൽ കൂടിയതും ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ എയർബിഎൻബിനെ പറ്റി അറിയുന്നത് കാർത്തിക് സൂര്യയുടെ വ്ളോഗിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ജയ്പൂർ വീഡിയോ ആണെങ്കിലും ആഗ്ര വീഡിയോ ആണെങ്കിലും കണ്ടവർക്കറിയാം, നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് എയർബിഎൻബിയിൽ ബുക്ക് ചെയ്യുന്നത് കാണാം. നമ്മൾ എയർബിഎൻബി ആപ്പ് ഓപ്പൺ ചെയ്യുക, മെയിലിൽ സെർച്ചിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ കൊച്ചിയാണേ കൊടുത്തേക്കുന്നത്. ഏത് ഡേറ്റ് ആണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൊടുക്കുക. ഞാനിപ്പം ഒക്ടോബർ 1ഉം 2ഉം ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന എത്ര പേർക്ക് വേണ്ടിയിട്ടാണ്, അഡൽട്സ് എത്ര പേരുണ്ട്, ഇപ്പോൾ ചിൽഡ്രൻസ് ഉണ്ടോ കൂടെ, അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ടെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കും. ഇതിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അതേപോലെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റേ എടുക്കുക. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മുടെ സ്റ്റേയുടെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും. എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. നമ്മളൊരു സ്റ്റേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് വായിക്കുക. എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെക്കൗട്ട്, ചെക്കിന്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, നമ്മുടെ സ്റ്റേ റൂമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. നമുക്ക് അതിനകത്തൊരു മാപ്പ് ലൊക്കേഷൻ പ്രോപ്പർട്ടി എവിടെയാണെന്നൊരു ചെറിയൊരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ആ നിയർ ബൈ ലൊക്കേഷൻസ് ഒക്കെ നോക്കി നമുക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യാം. കാരണം ബുക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അവർ അയച്ചു തരിക. അതേപോലെ റിവ്യൂസ് മെയിനാണ്, റിവ്യൂസ് വായിച്ച് നോക്കുക. റിവ്യൂസ് ഉള്ളിടത്തേ നമ്മൾ സ്റ്റേ മാക്സിമം ബുക്ക് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് കണ്ടത്. അതേപോലെ എല്ലാ പ്രോപ്പർട്ടീസിലും നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ഉണ്ടാവും. റിവ്യൂസ് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. അതേപോലെ തന്നെ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹോസ്റ്റിനോട് സംസാരിക്കാൻ പറ്റും. ഹോസ്റ്റിനോട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. താഴെ റിസർവ്ന്ന് കൊടുത്തിട്ടുണ്ട്. ആ റിസർവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻക്ലൂഡിങ് GST കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ ചാർജസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഇൻക്ലൂഡിങ് ലാസ്റ്റ് ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, പേ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതേപോലെ തന്നെ എയർബിഎൻബി നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പം കറൻസി ആയിട്ട് ഡോളറാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറൻസിയാണ് കാണിക്കുന്നത്. ഇന്ത്യൻ കറൻസി ആയിരിക്കില്ല ആദ്യം കാണിക്കുന്നത്. അത് നമുക്ക് അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കത് ചേഞ്ച് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പലർക്കും അറിയാത്തൊരു പ്ലാറ്റ്ഫോമാണ് എയർബിഎൻബി. ആക്ച്വലി ഒരു 220 കൺട്രികളിലോളം എയർബിഎൻബി വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കും ഈവൻ എയർബിഎൻബിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൺ വീട്ടിൽ ഒരു റൂം റെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം അതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. യുണീക്ക് പ്ലാറ്റ്ഫോമാണ്. നമുക്കൊരു ഫാമിലിയുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്ത്, നമ്മുടെ റൂം സെപ്പറേറ്റ് റൂം ആയിരിക്കും, ഫാമിലിയുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്ത് അവരുടെ ചിലയിടത്ത് നമുക്ക് ഫുഡ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ കൾച്ചറിലെ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്പർച്യൂണിറ്റിയാണ് എയർബിഎൻബി. അതുപോലെ തന്നെ റിവ്യൂസ് നോക്കുക. പിന്നെ സൂപ്പർ ഹോസ്റ്റ് ആയിട്ടുള്ളവരെ മാക്സിമം അങ്ങനെയുള്ളവരെ തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക, അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എയർബിഎൻബി ബുക്ക് ചെയ്ത് അവിടെ താമസിച്ചെന്നൊക്കെയുള്ള നമ്മുടെ ജയ്പൂർ വ്ളോഗിലുണ്ട്. ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.